ഹലോ, പറയടാ. എടാ സ്റ്റെഫി, ഞാൻ വിളിച്ചത് എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. എടാ, എനിക്ക് 2 ദിവസം ഭയങ്കര പനി. ഞാനാണെങ്കിൽ ഡോളോ കഴിച്ചു, പക്ഷെ എനിക്ക് വലിയ കുറവൊന്നുമില്ല. ഭയങ്കര ചുമയും ഭയങ്കര തൊണ്ടവേദനയൊക്കെ ആയിട്ട്. അപ്പം എനിക്കാണെങ്കിൽ ഇവിടെ നല്ല തിരക്കാണ്. ഇപ്പോൾ ഓഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ നീ എന്തെങ്കിലും എൻ്റെ ആൻറ്റിബയോട്ടിക് ഒന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരാമോ? ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും മേടിച്ചോളാം. റിറ്റി, നീ ആൻറ്റിബയോട്ടിക്സ് ഒരിക്കലും വിത്തൗട്ട് ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ കഴിക്കാൻ പാടില്ല. ഇൻ കേസ് ഞാൻ നിനക്കൊരു ആൻറ്റിബയോട്ടിക്സ് ആണെന്നിരിക്കട്ടെ, അതിൻ്റെ സൈഡ് എഫക്ട്സ് നിനക്ക് ഇപ്പോഴല്ല, കുറച്ചുകൂടെ കഴിയുമ്പോഴായിരിക്കും അറിയാൻ പറ്റുന്നത്. നീ ഇപ്പം തന്നെ ഒരു ഡോക്ടറെ കാണുക. ഡോക്ടർ പറഞ്ഞാൽ മാത്രം ആൻറ്റിബയോട്ടിക് എടുത്താൽ മതി. എന്നിട്ട് നീ റെസ്റ്റ് എടുക്കുക, കേട്ടോ? ഓക്കേടാ. എന്നാൽ പിന്നെ ഞാൻ നാളെ ലീവ് എടുത്തിട്ട് ഡോക്ടറിനെ അപ്പോയിൻമെൻറ്റ് എടുക്കാം, മറ്റു വന്ന് കാണാടാ. ഓക്കെ, ശരി എന്നാൽ. ഞാൻ ബിജു തോമസ്, ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലെ ഫാർമസി വിഭാഗത്തിൻ്റെ HOD ആയി ജോലി ചെയ്യുന്നു. ഇന്ന് വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആഘോഷിക്കുന്ന ദിവസം എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തെപ്പറ്റിയുള്ള സുപ്രധാനമായൊരു നിർദ്ദേശമാണ്. ആൻറ്റിബയോട്ടിക്കുകൾ എപ്പോഴും വിദഗ്ധനായൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ തുടങ്ങാവൂ. പറഞ്ഞിരിക്കുന്ന കാലയളവിലും പറഞ്ഞിരിക്കുന്ന ഡോസിലും ചികിത്സ നടത്തേണ്ടതാണ്. സ്വന്തം ഇഷ്ടപ്രകാരം നിർത്തുകയോ മറ്റുള്ളവരുമായി പങ്കുവെക്കുകയോ മറ്റുള്ളവർക്ക് നിർദ്ദേശിക്കുകയോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്.